ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുക നമുക്ക് ചെറുത്തു തോൽപ്പിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു സ്പെഷ്യൽ ചായയും അതേപോലെ തന്നെ ചോളം വറുത്തതുമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ചായക്ക് ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു ചായയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് പൗഡർ, ബട്ടർ ബിസ്ക്കറ്റ്, ചായപ്പൊടി എന്നിവയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നേരം ചായ തയ്യാറാക്കാനുള്ള പൊടി മാത്രം മിക്സ് ചെയ്താൽ മതി. കൂടുതലായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇതിന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നേരം ചായ തയ്യാറാക്കാൻ എത്രത്തോളം പൊടിയും വേണം അത് മാത്രം നമുക്ക് മിക്സ് ചെയ്തേക്കാം. 1-2 ദിവസമൊന്നും മിക്സ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട്ടിൽ മലയാളികളുടെയൊക്കെ കടയിൽ ഇത്തരത്തിൽ ചായപ്പൊടി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടാണ് ചായ തയ്യാറാക്കൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ ആയിരിക്കും അത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടർ ബിസ്ക്കറ്റും ബൂസ്റ്റ് പൗഡറും ചായപ്പൊടിയും നന്നായിട്ട് മിക്സ് ആവേണ്ടതുണ്ട്. മിക്സ് ആയാലാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് ഈ ചായയിൽ ഇങ്ങനെ കിട്ടുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ചായപ്പൊടിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. 5 ഗ്ലാസ് ചായക്ക് ഈ പൊടി മതിയാകും. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് പാൽപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പാലാണെങ്കിൽ നേരിട്ട് തിളപ്പിച്ചാൽ മതിയാകും. ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് വെള്ളം കുറച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാല് തനിയെ തിളപ്പിച്ച് അതിലേക്ക് ചായപ്പൊടി ഇടുകയാണ് ചെയ്യേണ്ടത്. അതിനായി പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൽപ്പൊടി കട്ട പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം തിളപ്പിച്ച് കൊടുക്കണം. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. പാല് നല്ല കട്ടിയോടുകൂടി ആയിക്കഴിഞ്ഞാൽ ചായക്ക് നല്ല രുചി കിട്ടും. വെള്ളം കൂടുതലാണെങ്കിൽ അത്ര രുചി കിട്ടില്ല. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, തിളച്ച്. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി, നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നേരെ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ ചായപ്പൊടിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചായപ്പൊടി കുറച്ച് കളർ വ്യത്യാസം ഉണ്ടെങ്കിലും അത് ഒരിക്കലും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവില്ല. അത് ആ ബൂസ്റ്റിൻ്റെയും ചായപ്പൊടിയുടെ ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പൂർണ്ണമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ടതുണ്ട്. എങ്കിലേ ആ ടേസ്റ്റ് ചായക്ക് ഇതിൽ വരുള്ളൂ. അതിന് നമുക്കൊരു 5 മിനിറ്റ് അത് തിളക്കാനായിട്ട് വെക്കാം. നല്ല കളറ് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ചായയുടെ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല നിറത്തിൽ ചായ റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട് ചായ.
തിളച്ച് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കണം. സിമ്മാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. ചെറിയ തോതിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കണം. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതവിടെ വെക്കാം. ഇനി ചോളം വറുത്തെടുക്കാം. അതിനായി കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചോളം കുക്ക് ചെയ്യാൻ നല്ലത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ ചെറിയ രൂപത്തിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ചോളം വറുക്കേണ്ടതുണ്ട് അതിന് ആനുപാതികമായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായ ചോളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ ഈ ചോളം പൊങ്ങി വരുമ്പോൾ ഈ പാത്രം നിറഞ്ഞു വെക്കും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിലിട്ടത് കുറച്ച് കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചോളം അതിലിട്ടുകൊണ്ട് ആണ് പിന്നീട് വറുത്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഉപ്പ് ഇത്രത്തോളം ചോളത്തിന് അതിട്ടത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോളം ഇങ്ങനെ പൊരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. തീ കുറച്ചും കൂട്ടിയും ഇങ്ങനെ നോക്കേണ്ടതുണ്ട്. ഇത് ചൂടിനനുസരിച്ച് കരിഞ്ഞ് പോവാതെ നോക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചോളം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊരിഞ്ഞ് പൊട്ടി വരുന്നുണ്ട്. ചോളം നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രൂപത്തിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. ഏകദേശം നന്നായി ചോളം റെഡി ആയിട്ടുണ്ട്. അടിയിൽ കരിഞ്ഞിട്ടൊന്നുമില്ല. കരിയാതെ നോക്കണം. ഇപ്പോൾ നമ്മളെ ചായയും ചോളവും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ടേബിളിലേക്ക് മാറ്റാം. അടിപൊളി ചായയും ചോളവും തയ്യാറായിട്ടുണ്ട്. 4 മണിക്കുള്ള ചായ ഇനി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കിഷ്ടാവും. അപ്പോൾ പറഞ്ഞ പോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇഷ്ടമായാൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സ് നേരുന്നു. താങ്ക് യു.